സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ സിഗ്നലിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഇൻഫർമേഷൻ നമ്മൾ ലൈറ്റിലാണ് കൊടുക്കുന്നത്. ലൈറ്റ് സേഫ്റ്റി പ്രൂവ് ചെയ്യുന്നത് അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. തീർച്ചയായും. കാരണം സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ്. കാരണം ഈ ലോക്കോ പൈലറ്റ് വേറെ ഒന്നും നോക്കുന്നില്ല. സ്റ്റോപ്പ് സിഗ്നൽ, ഡേഞ്ചർ സിഗ്നൽ എന്ന് പറയുന്നത്. സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നതിന് 200 മീറ്ററാണ് അതിന്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ലോക്കോ പൈലറ്റ്സ് പിന്നെ സപ്പോസ് റെഡ് കണ്ടിട്ട് പിന്നെ വണ്ടി നിർത്താതെ പോയാലും അത് ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന TPWS എന്നൊരു എക്യുപ്മെന്റ് പുതുതായിട്ട് വന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ അതിന് മുകളിലിരിക്കുന്ന ഒരു കൺട്രോളറുടെ ഇഷ്ടപ്രകാരവും കത്തുന്ന ഒരു സാധനം അല്ല. അങ്ങനെ വിചാരിച്ചാൽ തന്നെ അത് പിന്നെ നടക്കില്ല. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് ഇന്ന് ശ്രദ്ധ ക്ഷണിക്കുന്നത് റെയിൽവേയുടെ ഭാഗമാണെങ്കിലും അധികമാർക്കും പരിചിതമല്ലാത്ത സിഗ്നൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്കാണ്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികളെന്നും ഫങ്ഷൻസ് എന്നും ദീർഘകാലം ഈ മേഖലയിൽ സേവനമനുഷ്ഠിച്ച ശ്രീ രാമചന്ദ്രൻ സാർ നമ്മളൊപ്പം സംസാരിക്കും. നമസ്കാരം സാർ. രാമചന്ദ്രൻ അല്ലേ? റെയിൽവേയിൽ 35 വർഷം സർവീസ്, ഒരു ലോങ് സർവീസ് ആയിരുന്നു. ഈ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പൊതുവിൽ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ സാധാരണ നാട്ടുകാർക്കോ ഒന്നും അറിയാത്തൊരു സംഗതിയാണത്. നമ്മൾ ഈ റോഡുകളിൽ പോകുമ്പോൾ തന്നെ കാണുന്നത് ലൈറ്റ് കത്തുന്നു, ഓഫ് ആവുന്നു അനുസരിച്ച് നമുക്ക് ഗേറ്റ് ഉയരും താഴും, അതുപോലെ ഇടയ്ക്ക് അല്ലാത്ത ചില ട്രാക്കിന്റെ സൈഡിൽ ലൈറ്റ് കാണാം എന്നതിനപ്പുറത്ത് ഈ പോസ്റ്റിന്റെ അല്ലെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ആക്ച്വൽ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് അറിയില്ല അല്ലേ? എന്താണ് ഈ സംഭവം? ഈ റെയിൽവേ സിഗ്നലിംഗ് എന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് വേറെന്തായിരുന്നു? സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. സിഗ്നൽ ടെലികമ്മ്യൂണിക്കേഷൻ ഈ PNT-ലുമായി പണ്ട് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഉണ്ട്. അതുമാതിരി ഒരു പക്ഷേ ഇത് ഇവിടെ റെയിൽവേ ആൻഡ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ആണ്. ഓക്കെ. ഇതില്ല, സിഗ്നൽ ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, സിഗ്നൽ ഇല്ല. രണ്ടും അങ്ങനെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, രണ്ടും കമ്പൈൻഡ് ഡിപ്പാർട്ട്മെന്റാണ്. ഓക്കെ. അപ്പോൾ റെയിൽവേ സിഗ്നലിംഗ് അത് നിങ്ങൾക്ക് സിഗ്നലിന് സെപ്പറേറ്റ് പിന്നെ സൂപ്പർവൈസേഴ്സും കമ്മ്യൂണിക്കേഷൻ സെപ്പറേറ്റ് സൂപ്പർവൈസേഴ്സുമാണ്. അപ്പോൾ റെയിൽവേ സിഗ്നലിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് റെയിൽവേ ട്രെയിൻ ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഡ്രൈവേഴ്സിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ. അപ്പം ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ ട്രെയിൻ ഓടിപ്പോകുന്നതിന് വേണ്ടി ഈ ലോക്കോ പൈലറ്റ്സിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ. കാരണം ലോക്കോ പൈലറ്റ്സിന്റെ യാത്ര മുഴുവൻ ഈ സിഗ്നൽ നോക്കിയാണല്ലോ. അതെ. ഇത് ഈ സിഗ്നൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള സ്റ്റേഷൻ മാസ്റ്റേഴ്സ്. സ്റ്റേഷൻ മാസ്റ്റേഴ്സ് പറഞ്ഞാൽ അത് സിഗ്നൽ ഓപ്പറേറ്റേഴ്സാണ്. അവരുടെ കൺട്രോളാണ് കംപ്ലീറ്റ് പിന്നെ സിഗ്നൽസ് വീഴുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സിഗ്നൽസ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഈ ഇൻഫർമേഷൻ ആസ്പെക്ട് എന്നാ പറയാ സിഗ്നൽ. ക്ലാരിറ്റി പ്രശ്നം വരുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്റർമാരാണ്. അതെ. അപ്പൊ ഈ സിഗ്നൽ കൊടുക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലാണ്. സിഗ്നലിന്റെ ടെക്നിക്കൽ നോഹോ സിഗ്നൽ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ടി വി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യും. അത് നമ്മൾ വീട്ടുകാർക്ക് എന്താ ജോലി? ഓപ്പറേറ്റ് ചെയ്യാം. അതിലെന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല, ആരാ നോക്കണ്ടത്? ഈ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് അതുമാതിരിയാണ് ഈ സിഗ്നലിന്റെ കേസ്. ഓക്കെ. ഇപ്പൊ നമ്മൾക്ക് കേബിൾ TV ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു ചാനൽ മിസ്സായാലും നമ്മൾ ബന്ധപ്പെടുന്ന അടുത്തുള്ള കേബിൾ TV ഓപ്പറേറ്റർ അല്ല, അത് നിങ്ങൾ ഓപ്പറേറ്റർ. ഇത് കംപ്ലീറ്റ് സിഗ്നലിന്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ നോഹോ അവിടെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ സിഗ്നലില് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഇൻഫർമേഷൻ നമ്മൾ ലൈറ്റിലാണ് കൊടുക്കുന്നത്. നമ്മള് സിഗ്നൽ റെയിൽവേ സിഗ്നലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് ആണ്. അതിന്റെ ഭാഷ അതാണ്, കളറാണ് കളർ ലൈറ്റ് സിഗ്നൽ. അതിന് മുന്നിലെ പിന്നെ മെക്കാനിക്കൽ സിഗ്നൽ ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഇതിലുള്ളത് കളർ ലൈറ്റ് സിഗ്നലാണ്. കളറിന്റെ ഭാഷയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഡ്രൈവർ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ചുവപ്പ്, മഞ്ഞ, പച്ച, ഡബിൾ യെല്ലോ, അത് 2 മഞ്ഞ, അങ്ങനെയുള്ള 3-4 കളേഴ്സ് ഉണ്ടാവും. ഈ ഡബിൾ യെല്ലോ അങ്ങനെ സംഭവം ഉണ്ട്. അത് ഞാൻ പറയാം. അത് സിഗ്നലിൽ തന്നെ 2 വിധത്തായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന് സ്റ്റോപ്പ് സിഗ്നലും പെർമിസീവ് സിഗ്നൽ. സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് അതിന്റെ പെർമനന്റ് കളർ റെഡ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അതെ. വണ്ടി ആ സിഗ്നല് ഒരു കാരണവശാലും ഇത് വണ്ടി ആ ലൈറ്റ് കടന്നിട്ട് അങ്ങോട്ട് സിഗ്നൽ കടന്നിട്ട് ഡ്രൈവർ പോവില്ല, പോകാൻ പാടില്ല.
അതേമാതിരി അടുത്ത ഇൻഫർമേഷൻ കൊടുക്കുന്നത് കോഷനാണ്, യെല്ലോ. അപ്പോൾ അതിൽ ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡ്രൈവർക്ക് മനസ്സിലാവും, ഓ ഞങ്ങൾ കോഷ്യസ്ലി മൂവ് ചെയ്യാം, മുന്നോട്ട് പോവാം. അടുത്ത ഇത് ഇത് സിഗ്നൽ പാസ് ചെയ്ത് നമുക്ക് പോവാം എന്നുള്ളത്. അടുത്ത സെക്കൻഡിലേക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. അത് ഡബിൾ എല്ലാം ആണെങ്കിൽ അടുത്ത സിഗ്നലിൽ കോഷനാണ് ഉള്ളത് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ്. മനസ്സിലായി? ഓക്കെ. അപ്പോൾ ഈ കൊടുക്കുന്ന ഓരോ സിഗ്നലിലും ഇൻഫർമേഷൻ കൊടുക്കുന്നത് പച്ചയാണെങ്കിൽ അവർക്ക് കൊടുത്ത ആ സെക്ഷണൽ സ്പീഡിൽ പോവാം. ഓക്കെ. എന്നുള്ളതാണ് അവരുടെ ഇൻഫർമേഷൻ. ആ സെക്ഷണൽ സ്പീഡിൽ ഡ്രൈവർ പോകും. യെല്ലോ ഉണ്ടെങ്കിൽ ഒരു കോഷൻ ആണോ? അതെ, യെല്ലോ ഉണ്ടെങ്കിൽ അടുത്ത ഈ സിഗ്നലിൽ സ്റ്റാർട്ട് പാസ് ചെയ്ത് പോവാം, അടുത്ത സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്നുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് അവർ പോകും. അതെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഓപ്പറേഷനകത്ത് ഉള്ളത് ഇപ്പം കൺട്രോളർ, അതായത് ട്രാഫിക് കൺട്രോളർ എന്നൊരു പോസ്റ്റ് ഉണ്ടല്ലോ. ട്രാഫിക് കൺട്രോളറുടെ പരിധിയിൽ അല്ലെങ്കിൽ നിർദ്ദേശ പരിധിയിൽ വരുന്ന ഒരു സംഭവമാണ് ഏത് ട്രെയിൻ എപ്പോൾ പോകണം. അതെ, ആണല്ലോ. അപ്പൊ ഏത് ട്രെയിൻ എപ്പോൾ പോകണം എന്ന് തീരുമാനിക്കുന്ന ട്രാഫിക് കൺട്രോളറും അതേസമയം ആ ട്രെയിൻ പോകാനുള്ള സിഗ്നൽ കൊടുക്കേണ്ടത് പിന്നെ സ്റ്റേഷൻ മാസ്റ്ററുമാണ്. പക്ഷെ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഈ സിഗ്നൽ കൊടുക്കേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റ്. കൺട്രോളർ അവിടുന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അവർക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും അവരുടെ ട്രെയിൻ കൺട്രോളിങ് എന്തൊക്കെയാണ്, ഏത് വണ്ടി ആദ്യം പോകണം, ഏത് ട്രെയിനിന് പ്രിസിഡൻസ് കൊടുക്കണം, ഗൂഡ്സ് ട്രെയിൻ പോകണോ അല്ല പാസഞ്ചർ, അതൊക്കെ അവർ അവിടെ കൺട്രോൾ ഓഫീസിലിരുന്ന് ചാർട്ട് ചെയ്യും. അതെ, ഈ ഡിവിഷനിലെ ട്രെയിൻ പോകണം. അതെ, അതിനനുസരിച്ച് ഈ കൺട്രോളർ ഇവർ ചോദിക്കും, സ്റ്റേഷൻ മാസ്റ്റർ ചോദിക്കും ഇത് ഏതാ വണ്ടി. അപ്പോൾ അവർ പറയും ഇന്ന വണ്ടി പോയിക്കോട്ടെ. അതിനനുസരിച്ച് അടുത്ത സ്റ്റേഷനിലെ ഇവർ സ്റ്റേഷൻ മാസ്റ്റർ പിന്നെ വിളിച്ചു പറയും ഇങ്ങനെ വണ്ടി റെഡിയാണ്, ആയിക്കോട്ടെ. അതിന് കംപ്ലീറ്റ് ഒരു ദൂരെ നിൽക്കുന്ന ഒരു ഡ്രൈവർക്ക് പിന്നെ പോയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റില്ല. അത് അപ്പോൾ അതിലുള്ള എല്ലാ പിന്നെ സേഫ്റ്റിയും അതിന് ഈ ഒരു വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേഷനിലേക്കല്ലേ പോകണം, അടുത്തേക്കുള്ള പിന്നെ ട്രാക്ക് മുഴുവൻ ഒഴിവാണ്. ഈ പോവാനുള്ള പിന്നെ ഇത് ട്രാക്ക് ഉണ്ടല്ലോ, ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ വണ്ടിയൊന്നും അതിന്റെ മേലെ ഇല്ല. അതിനിടയിൽ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൺഫേം ചെയ്ത് ടെക്നിക്കലി കൺഫേം ചെയ്യും, എന്നിട്ട് സിഗ്നൽ തിരിച്ചാ വരുള്ളൂ. ഓക്കെ. ഈ ടെക്നിക്കലി കൺഫേം ചെയ്യേണ്ട ഉത്തരവാദിത്തം സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ എവിടെ നിന്നാണ് ചെയ്യുക? അത് ടെക്നിക്കലി പിന്നെ നമുക്ക് ഈ എക്യുപ്മെന്റ്സ് ആണ്, പാനലിൽ അറിയാൻ എക്യുപ്മെന്റ്സ് ആണ്. അതെ അതെ. ഈ സിഗ്നൽ ഓഫീസ് അപ്പൊ ഇവരുടെ ഇപ്പം നേരത്തെ പറഞ്ഞ കൺട്രോളറുടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിവിഷൻ ഓഫീസാണ് അല്ലേ? അവിടെ നിന്നാണ് ഈ ഡിവിഷനിലെ മുഴുവൻ സ്റ്റേഷനും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെ വണ്ടികളും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ സ്റ്റേഷൻ മാസ്റ്റർക്ക് അതാത് സ്റ്റേഷനാണ്. പക്ഷെ ഈ സിഗ്നൽ കൺട്രോൾ ഓരോ സ്റ്റേഷനിലും സിഗ്നൽ കൺട്രോൾ ഉണ്ടാവും. ഓരോ സ്റ്റേഷനിലും ഈ എക്യുപ്മെന്റ്സും കൺട്രോളും അതിൻ്റെതായ എല്ലാ എക്യുപ്മെന്റ്സും, പവർ സപ്ലൈ വേണം, എല്ലാം എക്യുപ്മെന്റ്സും വേണം. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാഫ് ഈ SM കൂടാതെ അവിടെ ഉണ്ടാവും. ഓക്കെ. ഇത് അപ്പോൾ ഈ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടി. റൈറ്റ്. ഇത്ര ഒരു കീ പൊസിഷൻ അവിടെ ഉണ്ട്, ഈ സ്റ്റേഷനിലുണ്ട്. അത് നമുക്ക് പൊതുവിൽ അറിയില്ല, കാരണം നമ്മൾ കാണുന്ന ആരെയാണ്? സ്റ്റേഷൻ മാസ്റ്ററാണ്. കാരണം അദ്ദേഹമാണ് ഫുള്ള് റെഗുലേറ്റ് ചെയ്യുന്നത്. അതേ ചില സമയം അതേമാതിരി തന്നെയാണ്. ഇപ്പൊ ഈവൻ പബ്ലിക്കിന് DRM എന്ന് പറഞ്ഞാൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ ആരാണെന്ന് പറഞ്ഞാൽ അറിയില്ല ചിലപ്പോൾ. പക്ഷെ സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ കോർട്ടിട്ട് നടക്കുന്ന TT എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാൻ കഴിയും. മനസ്സിലായി? അതേമാതിരി തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് കംപ്ലീറ്റ്. പിന്നെ റെയിൽവേ സിഗ്നലിംഗ് എന്ന് പറയുന്നത് റെയിൽവേയിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളും സേഫായിട്ട് ഒരു സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷനിൽ എത്തുന്ന ആ സേഫ്റ്റി മെഷേഴ്സ് കംപ്ലീറ്റ് സേഫ്റ്റി അച്ചീവ് ചെയ്യുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. തീർച്ചയായും. കാരണം സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ്, കാരണം ഈ ലോക്കോ പൈലറ്റ് വേറെ ഒന്നും നോക്കുന്നില്ല, ആകെ നോക്കുന്നത് കളേഴ്സ് മാത്രമാണ്. അതെ. ഇപ്പൊ വേറൊരു ലേറ്റസ്റ്റ് എക്യുപ്മെന്റ് വന്നു. ഈവൻ ലോക്കോ പൈലറ്റ്സ് പിന്നെ സപ്പോസ് റെഡ് കണ്ടിട്ട് പിന്നെ വണ്ടി നിർത്താതെ പോയാലും അത് ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന TPWS ഒരു എക്യുപ്മെന്റ് പുതുതായിട്ട് വന്നു. ഓക്കെ. അപ്പൊ ആ സിഗ്നൽ കണ്ടാൽ വണ്ടി അവിടെ നോക്കും. വണ്ടി ഇപ്പൊ സപ്പോസ് വണ്ടി ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രൈവർ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും കാരണവശാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വിട്ടു നേരിച്ചോളൂ. സപ്പോസ് ഡേഞ്ചറാണ്, സിഗ്നൽ ഡേഞ്ചറാണ്, റെഡാണ്,
ഈ ഓട്ടുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വിട്ടു, എന്തെങ്കിലും കാരണവശാൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ആവും. അത് അച്ചീവ് ചെയ്യുന്നത് സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ്. പുതിയ വണ്ടികളിലും അല്ല, ഇപ്പൊ വരാൻ തുടങ്ങി പുതിയതായിട്ട് വരുന്ന വണ്ടികളിലല്ലേ എല്ലാ വണ്ടികളും സാധ്യമാണോ? അത് ട്രാക്കിലാണ് അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുക. ട്രാക്കിലാണ് എക്യുപ്മെന്റ്സ് ഉണ്ടാവുക. ട്രാക്ക് കൊണ്ട് പിടിച്ചു നിർത്തും. ട്രാക്കിലുള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഞങ്ങൾക്ക് സിഗ്നലിന് കംപ്ലീറ്റ് ട്രാക്കിലും ഇതിലാണ് സിഗ്നൽ എക്യുപ്മെന്റ്സ് മുഴുവൻ നമുക്ക് പിന്നെ ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിലും ട്രാക്കിലും പിന്നെ ലൈനിലുമാണ്. ഓക്കെ. അല്ല അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ എന്താ അതിന്റെ പേര് പുതിയ TPWS എന്ന് പറയും. TPWS. അത് ഇതിന്റെ ആവശ്യം ഈ സപ്പോസ് വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വിട്ടുപോയാലും ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ. അത് ഈ ട്രാക്കിലൂടെ ട്രാക്ക് വണ്ടി ഓടാൻ അനുവദിക്കില്ല. അത് അവിടുന്ന് ഈ പിന്നെ ഇതിൽ ടെലിഗ്രാം മാതിരിയുള്ള ഒരു സിസ്റ്റമാണ്. അത് ഡ്രൈവർക്ക് ഇത് ടെക്നിക്കൽ സിസ്റ്റമാണത്. ഡ്രൈവർക്ക് കൊടുക്കുന്നതല്ല, ടെക്നിക്കൽ സിസ്റ്റം. അവിടെ ട്രാക്ക് അവിടെ സിഗ്നൽ റെഡ് ആണോ ആണെന്ന് ഈ എഞ്ചിനിലുള്ള എക്യുപ്മെന്റിലേക്ക് ഇൻഫർമേഷൻ പോയിട്ട് കൊടുക്കും. ആ സിഗ്നൽ സിഗ്നൽ ഡേഞ്ചർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ ആവും. വണ്ടിയുടെ ബ്രേക്ക് അപ്ലൈ ആവും. ഓക്കെ. അതാദ്യം സിഗ്നൽ ഇത് വരും, സൈറൺ വരും. അപ്പോൾ എന്നിട്ടും അങ്ങനെയാണ്. ആദ്യം ആ ഒരു പീരീഡ് ഉണ്ട്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. അത് സാധാരണഗതിയിൽ ലോക്കോ പൈലറ്റ് പറയാറുണ്ട്, ഒരു 400-450 മീറ്ററിന് അപ്ലൈ ചെയ്താലേ കറക്റ്റായിട്ട് അവിടെ നിൽക്കും. അതിന് ഓരോന്ന് സിഗ്നലിലും ഓരോ ഇതാണ്. ഈ പിന്നെ സ്റ്റോപ്പ് സിഗ്നൽ, ഡേഞ്ചർ സിഗ്നൽ സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയുന്നതിന് 200 മീറ്ററാണ് അതിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. അതേസമയത്ത് വേറൊരു സിഗ്നൽ അതിന്റെ പിന്നിൽ, അത് ഡിസ്റ്റൻസ് സിഗ്നൽ എന്ന് പറയാം, അത് പെർമിസീവ് സിഗ്നലാണ്. ഈ സിഗ്നലിന് 400 മീറ്ററാണ് പിന്നെ നോർമൽ വണ്ടി നമ്മൾ നിർത്തുന്നത് ഒരു 400 മീറ്റർ ബ്രേക്ക് അപ്ലൈ. ഇതിൽ ഈ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ് ഈ ഇൻഫർമേഷൻ, കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒരു 3 കിലോമീറ്റർ മുന്നിലേക്ക് കൊടുക്കും. അത് കണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വരുന്ന ഒരു പിന്നെ ഡ്രൈവർക്ക് അഡ്വാൻസ് ഒരു 3-4 കിലോമീറ്ററിൽ പിന്നെ എന്താണ് കണ്ടീഷൻ അവർക്ക് ഈ സിഗ്നൽ കൊടുക്കും. മനസ്സിലായി? അതനുസരിച്ചാണ് അവർ ബ്രേക്ക് അപ്ലൈ ചെയ്യണോ, ആ സെക്ഷണൽ സ്പീഡിൽ പോകണോ ഒക്കെ അവർ ഡിസൈഡ് ചെയ്യുന്നത്. ഡിസിഷൻ അതോറിറ്റി അവർ തന്നെയാണ്, ഓപ്പറേറ്റേഴ്സ്. മനസ്സിലായി? ഡിസിഷൻ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ സ്റ്റേഷനും പിന്നെ സ്റ്റേഷൻ ഓപ്പറേറ്റർക്കും ട്രെയിൻ ഓപ്പറേറ്റർക്കും ഇടയിലാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിന്റെ കൊടുക്കുന്ന ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യുന്ന ഇവരാണ് അല്ലേ? പക്ഷേ അതിന്റെ കൊടുക്കുന്നത് നമ്മളാണ്, ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണ് അല്ലെ? ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ എക്യുപ്മെന്റ്സ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ സിഗ്നൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സ്റ്റേഷൻ മാസ്റ്ററുടെ ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ അതിന് മുകളിലിരിക്കുന്ന ഒരു കൺട്രോളറുടെ ഇഷ്ടപ്രകാരവും കത്തുന്ന ഒരു സാധനം അല്ല. അങ്ങനെ വിചാരിച്ചാൽ തന്നെ അത് പിന്നെ നടക്കില്ല. അതാണ് ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ വിചാരിക്കുന്നു ഞാനത് വണ്ടിക്ക് ഒന്ന് പിന്നെ വണ്ടി പച്ച കൊടുക്കാന്ന് വെച്ചാൽ അങ്ങനെ നടക്കില്ല. അവിടെ ആ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യണം. റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മനസ്സിലാക്കൽ എന്ന കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി അടുത്ത ഭാഗത്തിൽ കാണാം.